നമസ്കാരം. ഒമാനിലെ ദുഖം തുറമുഖത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെയും ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേർക്ക് നടത്തിയ ആക്രമണത്തെയും അപലപിച്ച് GCC. ഇത് മേഖലാ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന ഗുരുതരമായ നിയമലംഘനവും അപകടകരമായ പ്രകോപനവുമാണെന്നും GCC മേധാവി ജാസിം അൽ ബുദൈവി പറഞ്ഞു. ഗൾഫ് മേഖലയിലെ സ്ഥിരതയെ തകർക്കുന്ന ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ എല്ലാവരും ആത്മസംയമനം പാലിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. UAE രൂക്ഷമായിട്ടാണ് ഇറാനെ വിമർശിച്ചത്. യുദ്ധം അയൽക്കാരോടല്ലെന്നും വിവേകത്തോടെ പെരുമാറണമെന്നും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗഷ് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. വിവേകത്തോടെ സാഹചര്യം കൈകാര്യം ചെയ്യൂ. അയൽക്കാരുമായിട്ടല്ല നിങ്ങളുടെ യുദ്ധം. അയൽക്കാരുടെ ഉത്തരവാദിത്തോടെ പെരുമാറണമെന്നും അൻവർ ഗർഗഷ് പറഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായാൽ രാജ്യം ശക്തമായ പ്രതിരോധത്തിലേക്കും തിരിച്ചടിയിലേക്കും നീങ്ങുമെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി മുന്നറിയിപ്പ് നൽകി. CNN നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി UAEയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ഇത്തരത്തിലുള്ള മിസൈൽ വർഷങ്ങൾക്കിരയായിക്കൊണ്ട് ഞങ്ങൾ ഇനി കൈകെട്ടി നോക്കി നിൽക്കില്ല. സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്. സാഹചര്യം അവിടം വരെ എത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആവശ്യം വന്നാൽ UAE കൂടുതൽ ആക്രമണാത്മകമായ നിലപാടിലേക്ക് മാറുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. അയൽരാജ്യം എന്ന നിലയിൽ UAE എന്നും മാന്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഇറാനാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് UAEയുടേത്. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും രാജ്യം സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി മാത്രം 137 ബാലിസ്റ്റിക് മിസൈലുകളും 209 ഡ്രോണുകളുമാണ് ഇറാൻ UAEക്ക് നേരെ തൊടുത്തുവിട്ടതെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അബുദാബിയെയും വിനോദസഞ്ചാര സാമ്പത്തിക കേന്ദ്രമായ ദുബായിയെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ. UAEയുടെ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളും പ്രതിരോധ നിരയും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി റീം അൽ ഹാഷിമി ഉറപ്പ് നൽകി. അതേസമയം മനാമിലെ ക്രൗൺ പ്ലാസ ഹോട്ടൽ ആക്രമിക്കപ്പെട്ടതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ബഹ്റൈൻ തലസ്ഥാനത്തെ ഹോട്ടലുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനാമയിലെ US എംബസി തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശം നൽകി. ഹോട്ടലുകൾ ഇനിയും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും എംബസി നൽകുന്നു. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായും മനാമയിലെ 3 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇന്നലെ ബഹ്റൈൻ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയ്ക്ക് നേരെ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പുതിയ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ ഇന്നലെ സംഘർഷം ആരംഭിച്ചത് മുതൽ ഇറാനിലെ 100 കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായിട്ടാണ് സൈന്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി സായുധ മിസൈൽ ലോഞ്ചറുകൾ തകർക്കാനും ഡസൻ കണക്കിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കാനും സാധിച്ചതായും IDF അവകാശപ്പെടുന്നു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ആവശ്യമുള്ളിടത്തോളം കാലം തുടരുമെന്നും നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ അത് നിർത്തുകയില്ലെന്നുമാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിലപാട് വ്യക്തമാക്കിയത്. ഈ സൈനിക നടപടികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇറാനിലെ ജനങ്ങൾക്ക് ആ ഭരണകൂടത്തെ പുറത്താക്കാൻ കഴിയുന്നത് അവർക്കും നമുക്കും ഈ ലോകത്തിന് മുഴുവൻ ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നു.